കഴിഞ്ഞ ദിവസം മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു ആത്മഹത്യയുണ്ടായിരുന്നു. ഉറ്റ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു മുറിയിൽ ആത്മഹത്യ ചെയ്ത സംഭവം. പല രീതിയിൽ തന്നെയാണ് ആ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടികൾ ആത്മഹത്യ ചെയ്ത കാരണത്തെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നത്. എന്നാൽ ഹോസ്റ്റൽ പീഡനമാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് പോകേണ്ടി വന്നത് എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ വീട്ടുകാർ സഹിതം നിരത്തിയിരിക്കുകയാണ്. ഈ ഹോസ്റ്റലിൽ നിന്ന് മുൻപും ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നതായുള്ള വാർത്തയുണ്ടായിരുന്നു. കൃത്യമായ പരിശീലനം പോരാതെ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ പോലും ഇവിടെയുള്ള ട്രെയിനേഴ്സ് ഈ കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നു എന്നതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്. കുട്ടികളെ പലപ്പോഴായി തന്നെ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ പോലും ചെയ്തിരുന്ന അവിടുത്തെ അധ്യാപകർക്കെതിരെയും ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നുണ്ട്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇത് മാറുകയും ചെയ്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലം ഹോസ്റ്റലിൽ 2 വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. മരണത്തിന് തലേ ദിവസം ഹോസ്റ്റലിലെ ജീവിതം ജയിലിന് സമാനമായിരുന്നുവെന്ന് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നും സാൻഡ്ര തങ്ങളോട് പറഞ്ഞതായി മാതാപിതാക്കൾ ആരോപിച്ചു. എന്തിനാണ് തൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്തതെന്ന് വെളിപ്പെടുത്താനാകാതെയായിരുന്നു ഇത്രയും ദിവസം ഈ അച്ഛനും അമ്മയും കഴിഞ്ഞത്. തൻ്റെ മകളെപ്പറ്റി മോശം പോലും പലരും പറയുന്നത് കേട്ട് സഹിക്കാനാകാതെ ആ കുഞ്ഞ് ഇത്രയും നാളും ഹോസ്റ്റലിൽ അനുഭവിച്ചിരുന്ന പീഡനത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് മാതാപിതാക്കൾ. സംഭവത്തിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം വേണമെന്ന് സാൻഡ്രയുടെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ കേസ് കൂടുതൽ നിർണ്ണയിക്കുന്നത്. ജയിലിന് തുല്യമായ ജീവിതത്തിൽ ഇനി വയ്യ പപ്പേ അമ്മേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നതും സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് ജോലി ചെയ്യാനാകില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാകില്ല. എന്നാൽ അതുപോലെ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും അവിടെയുള്ളവർ തങ്ങളോട് പെരുമാറിയിട്ടുള്ളതെന്ന് സാൻഡ്ര മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴായി തന്നെയാണ് കുട്ടികൾ ഇത് പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ തന്നെ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്നും തന്നെ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. അവസാനം ഇപ്പോൾ മക്കളുടെ മരണത്തിലേക്കാണ് അവരെത്തിച്ചിരിക്കുന്നത്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെയാണ് മാതാപിതാക്കൾ കഴിയുന്നത്. സമയം ഒരുപാട് വൈകിപ്പോയെങ്കിലും ഇനിയും കുട്ടികൾ ഇങ്ങനെ പറ്റാൻ പാടില്ല. ഇനി കുട്ടികൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ പെടാൻ പാടില്ല. അവർ അവിടെ അനുഭവിക്കുന്ന വേദനകളിലൂടെ നമ്മളും അറിയണം. മാതാപിതാക്കൾ അത് തീർച്ചയായും അറിയണം. ആ ഹോസ്റ്റലിൽ ഇനിയും കുട്ടികളുണ്ട്. അവർക്കെങ്കിലും ഈ ഗതികേട് വരരുത് എന്നത് തന്നെയാണ് സാൻഡ്രയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനൊരു ഗതികേട് ഇനി ആർക്കും വരരുത് എന്നോർത്ത് ഈ മാനസികാവസ്ഥയിലും ഇത് പറയുന്നത്. അവിടെയുള്ള കുട്ടികളെ മനസ്സിലാക്കാതെയുള്ള അവരുടെ ജീവിതമാണ് ഏറ്റവും കൃത്യമായി എല്ലാവരുടെ അരികിലേക്കും എത്തുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറുന്നതും ഈ കുട്ടികളുടെ വിഷയം എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയണമെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് തന്നെ ഭയമായി മാറുന്നു എന്ന് മാതാപിതാക്കൾ എല്ലാവരും ഈ വാർത്ത കേൾക്കുമ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.